ഇതാണ്. ഒരു സംഖ്യയെ 6 കൊണ്ട് ഹരിച്ചാലും 8 കൊണ്ട് ഹരിച്ചാലും a number divided by 6 and divided by 8, the same number divided by 8, the remainder will be 4, which is the least number. ആ ചെറിയ നമ്പർ ഏതായിരിക്കുമെന്നാണ് എന്റെ ചോദ്യം. മക്കൾക്ക് ഉത്തരം ഉണ്ടെങ്കിൽ വിളിച്ചു പറയാം. 28. നിങ്ങൾ പറഞ്ഞ ആൻസർ ശരിയാണ്. 28 ആണ്. ഈ 28 കണ്ടുപിടിക്കുന്നത് മുതിർന്ന കുട്ടികളാണെങ്കിൽ, മുതിർന്ന കുട്ടികൾ അവർക്ക് LCM എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യമാണ് ഈ ചെറുങ്ങനെ നിങ്ങളോട് തുടങ്ങി വെച്ചിരിക്കുന്നത്. ചെറിയ തോതിൽ തുടങ്ങി വെച്ചിരിക്കുന്നത് മുതിർന്നവരോട് ചോദിക്കുന്ന ഒരു ചെറിയ ചോദ്യമാണ്. ഇതിലൊന്ന് ഇടപെടാം. ഒരു സംഖ്യയെ 6 കൊണ്ട് ഗുണിച്ചാലും 6 കൊണ്ട് ഹരിച്ചാലും 8 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം 4 ലഭിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അതിന് ഒരു വഴി, 6ന്റെ ഗുണനപ്പട്ടിക നിങ്ങൾക്കറിയാമല്ലോ. 6 into 1 6 അല്ലേ? ഏഞ്ചൽ 6 into 2 എത്രയാണ്? 12. അടുത്ത 6ന്റെ മൾട്ടിപ്പിൾ പറയൂ. 18. അടുത്ത 6ന്റെ മൾട്ടിപ്പിൾ പറയൂ. 24. അടുത്ത 6ന്റെ മൾട്ടിപ്പിൾ പറയൂ. 30. തൽക്കാലം നമുക്ക് അതുവരെ മതി. മോളനി 8ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞേ. 8 16. ഓക്കെ. 24. പിന്നെ 32. ഓക്കെ, മതി. തൽക്കാലം അത്ര വരെ മതി. ഏഞ്ചൽ, ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം. 6ന്റെ മൾട്ടിപ്പിൾ നമ്മൾ ഇങ്ങനെ തുടർന്ന് പോവുകയാണ് എന്ന് വിചാരിക്കുക. അതിന്റെ 28 അവിടെ നോക്കട്ടെ. 6ന്റെ മൾട്ടിപ്പിൾ നമ്മൾ ഇങ്ങനെ തുടർന്ന് പോകുന്നുണ്ട് എന്ന് വിചാരിക്കുക ഏഞ്ചലെ. അത് 8ന്റെ മൾട്ടിപ്പിൾ ഇങ്ങനെ തുടർന്ന് പോവുകയാണ്. അപ്പൊ 6ന്റെ മൾട്ടിപ്പിൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഏഞ്ചലെ ഇത് രണ്ടിലും വരുന്ന ഒരു സംഖ്യ കാണുന്നില്ലേ? പൊതുവായിട്ട് കാണുന്ന സംഖ്യ അതേതാണ്? 24 ആണ്. ഇനി മക്കൾക്ക് എല്ലാവർക്കും ഇടപെടാനുള്ള ഒരു അവസരമാണ്. ഞാൻ ഓൺ ചെയ്യാൻ പോവുകയാണ്. ഈ സംഭവം ഇങ്ങനെ തുടർന്ന് മുന്നോട്ട് പോയാൽ 24 പോലെ വേറെ ഏതെങ്കിലും സംഖ്യ, വേറെ ഏതെങ്കിലും ഒരു നമ്പർ ഇങ്ങനെ പൊതുവായിട്ട് കിട്ടുമെങ്കിൽ ആ നമ്പർ ഏതാണെന്ന് എല്ലാവരും ഉറക്കെ വിളിച്ചു പറയൂ. 48. ഏഞ്ചൽ കേട്ടില്ലേ വിളിച്ചു പറയുന്നത്? ഏഞ്ചൽ കേട്ടില്ലേ വിളിച്ചു പറയുന്നത്? 48 ഒക്കെ വിളിച്ചു പറഞ്ഞു. കറക്റ്റ് ആണ്. പക്ഷേ എത്ര മുന്നോട്ട് പോയാലും അതിൽ ഏറ്റവും ചെറുത് 24 തന്നെയല്ലേ ഏഞ്ചൽ? ശരി. അങ്ങനെയാണെങ്കിൽ 24 6ന്റെയും 8ന്റെയും പൊതു ഗുണിതങ്ങളിൽ ചെറുതാണ് ഈ 24. 6ന്റെയും 8ന്റെയും പൊതു ഗുണിതങ്ങളിൽ ചെറുതാണ്. കോമൺ മൾട്ടിപ്പിളിൽ ഏറ്റവും ലീസ്റ്റ് ആണ് ഈ 24. കോമൺ മൾട്ടിപ്പിളിൽ ലീസ്റ്റ് ആയ നമ്പർ ആണ് 24. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു റിമൈൻഡർ ഇവിടെ ഉണ്ടല്ലോ. വാട്ട് ഇസ് ദ റിമൈൻഡർ ഹിയർ? 4. ആ റിമൈൻഡർ 4 കൂടി ഇതിന്റെ കൂടെ അങ്ങോട്ട് കൂട്ടിയാൽ മതി. അപ്പൊ 24 + 4 എത്രയാണ്? 28. ഇത് നമ്മുടെ ആൻസർ. കുട്ടികൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ മൈക്കൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്. ഈ 28 കിട്ടിയത് വേറെ ഏതെങ്കിലും രീതിയിൽ ഉണ്ട് എന്ന് ഒരു കുട്ടി പറയുകയാണെങ്കിൽ ആ കുട്ടിക്ക് പേര് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാം. ഏത് സ്കൂളാന്ന് പറഞ്ഞാൽ മതി. ആ കുട്ടിയെ ഞാൻ വിളിക്കും. ഓക്കെ. സെന്റ് ജോസഫ് എവിടെ? ക്ലിയർ ആവുന്നില്ല. ഇവിടെ
ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുന്നുണ്ട്. ഏഞ്ചലെ എന്റെ സൗണ്ട് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സാർ. ഏഞ്ചലിന് എന്റെ സൗണ്ട് ക്ലിയർ ആവുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ആവേണ്ടതാണ്. കാരണം ഏഞ്ചൽ നിങ്ങളെക്കാൾ കുറെ അകലത്തുള്ള കുട്ടിയാണ്. അപ്പോ അവിടെ നെറ്റിന്റെ ഒക്കെ ഇഷ്യൂ ഉള്ള സ്ഥലത്തുള്ള ഏഞ്ചലിന് ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ക്ലിയർ ആവുന്നില്ല? അതിന്റെ ഒരേ ഉത്തരവേ ഉള്ളൂ, നിങ്ങളെ ഫോണ് റേഞ്ച് ഉള്ള ഒരു സ്ഥലത്ത് പിടിക്കുക. പിന്നെ ഫോൺ ചരിച്ച് പിടിച്ചാലാണ് ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ശരി ഏഞ്ചലെ, ഇതൊന്ന് കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാമോ, ഈ 28 എങ്ങനെ കിട്ടിയെന്നത്? ഓക്കെ സർ. 6ന്റെ 6 കൊണ്ടും 8 കൊണ്ടും ഹരിച്ചാല് കിട്ടുന്ന നമ്പറാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ 6ന്റെ മൾട്ടിപ്പിൾസ് നമ്മൾ ആദ്യം എഴുതി. 6, 12, 18, 24, 30. അത് കഴിഞ്ഞ് 8ന്റെ എഴുതി. 8, 16, 24, 32. ഇതിൽ രണ്ടും വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള നമ്പറാണ് 24. അപ്പോൾ രണ്ടിലും 24 വരുന്നുണ്ട്. ഈ 24ല് നമുക്ക് ഉള്ള റിമൈൻഡർ 4 ആണ്. ആ 4 പ്ലസ് ചെയ്താൽ ആൻസർ കിട്ടും. അപ്പൊ മക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഇതിന് സമാനമായ വേറൊരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ? കുട്ടികൾ റെഡി ആണെങ്കിൽ യെസ് എന്ന് ഒന്നിച്ച് പറയൂ. ശരി, വേറെ ചോദ്യം ശരിക്കും ശ്രദ്ധിച്ചോളെ. കൂടെ നിങ്ങളുടെ പേരൻസ് ഇരിക്കുന്നുണ്ടെങ്കിൽ അവരോടൊന്ന് നിങ്ങൾ സഹായിക്കാൻ പറഞ്ഞാൽ മതി. ചോദ്യം ഇതാണ്: എന്റെ കയ്യിൽ കുറെ ഗൂസ്ബെറീസ് ഉണ്ട്. എന്താണ് ഈ ഗൂസ്ബെറീസ് എന്ന് പറഞ്ഞാൽ? നെല്ലിക്ക. എന്റെ കയ്യിൽ കുറെ നെല്ലിക്കയുണ്ട്. കുറെ നെല്ലിക്ക. ഞാനത് 2 കുട്ടികൾക്ക് തുല്യമായിട്ട് ഷെയർ ചെയ്തപ്പോൾ ഒരു നെല്ലിക്ക ബാക്കി വന്നു. ശരിക്കും ശ്രദ്ധിക്കണേ എല്ലാവരും. എനിക്ക് തോന്നി 2 കുട്ടിക്ക് വേണ്ടി 3 കുട്ടിയെ കൊടുക്കാം. ഞാൻ അവരോട് തിരിച്ചു പറഞ്ഞു. ഞാൻ അത്രയും നെല്ലിക്ക 3 കുട്ടികൾക്ക് തുല്യമായിട്ട് വീതിച്ചപ്പോൾ വീണ്ടും ഒരു നെല്ലിക്ക ബാക്കി. എനിക്ക് തോന്നി 4 പേർക്ക് കൊടുക്കാം. ഏഞ്ചലെ ഞാൻ തിരിച്ചു വീണ്ടും വാങ്ങി എല്ലാവരോടും. ഞാൻ 4 പേർക്ക് തുല്യമായിട്ട് വീതിച്ചു. എത്ര പേർക്ക് ഏഞ്ചൽ? 4 പേർക്ക്. 4 പേർക്കും തുല്യമായിട്ട് വീതിച്ചപ്പോൾ ഒരു നെല്ലിക്ക ബാക്കി വന്നു. എനിക്ക് തോന്നി 5 പേർക്ക് കൊടുക്കാം. ഞാൻ വീണ്ടും അവരോട് തിരിച്ചു വാങ്ങി. 5 പേർക്കും തുല്യമായിട്ട് വീതിച്ചപ്പോൾ ഒരു നെല്ലിക്ക ബാക്കി വന്നു. പിന്നെ ഞാൻ വിട്ടില്ല. ഏഞ്ചലെ എനിക്കിത് ഇങ്ങനെ ഒരു അസുഖമായി തുടങ്ങി. എന്ത് ചെയ്തു? ഞാൻ വീണ്ടും വാങ്ങി 6 പേർക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുത്തു. അപ്പോഴും ഒരു നെല്ലിക്ക ബാക്കി വന്നു. എന്റെ ചോദ്യം ഇതാണ് മക്കളെ, എന്റെ കയ്യിൽ ചുരുങ്ങിയത് എത്ര നെല്ലിക്ക ഉണ്ടായിരുന്നു എന്നാണ്. ഏഞ്ചൽ, ആ ചോദ്യം ഒന്ന് കുട്ടികൾക്ക് വ്യക്തമായി കൊടുക്കൂ. അതായത് സാറിന്റെ കയ്യിൽ കുറച്ച് നെല്ലിക്ക ഉണ്ടായിരുന്നു. അപ്പൊ സാർ ആദ്യം അത് 3 പേർക്ക് തുല്യമായിട്ട് വീതിക്കാന്ന് വിചാരിച്ചു. 2 പേർക്ക് തുല്യമായിട്ട് വീതിക്കാന്ന് വിചാരിച്ചു. അപ്പൊ 1 ബാക്കി. പിന്നെ 3 പേർക്ക് തുല്യമായിട്ട് വീതിക്കാന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെയും 1 ബാക്കി. പിന്നെ 4 പേർക്ക് വീതിക്കാന്ന് വിചാരിച്ചു. അപ്പോഴും ബാക്കി 1. പിന്നെ 5 പേർക്ക് വീതിച്ചപ്പോഴും 1 ബാക്കി. 6 പേർക്ക് തുല്യമായി വീതിച്ചപ്പോഴും 1 ബാക്കി. സാറിന്റെ കയ്യിൽ കുറഞ്ഞത് എത്ര നെല്ലിക്കകൾ ഉണ്ടായിരുന്നു? ഏഞ്ചലെ, നമ്മൾ മക്കളാരെങ്കിലും അതിന്റെ ആൻസർ ടൈപ്പ് ചെയ്തോ? സാറ് ഒരാൾ ടൈപ്പ് ചെയ്തു. ആദ്യം ഏഞ്ചല് 2 പേർക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുത്തെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നിട്ട് ഒരു നെല്ലിക്ക ബാക്കി വന്നു. 3 പേർക്ക് തുല്യമായിട്ട് വീതിച്ചപ്പോഴും ഒരു നെല്ലിക്ക ബാക്കി വന്നു. 4 പേർക്ക് തുല്യമായിട്ട് വീതിച്ചപ്പോഴും ഒരു നെല്ലിക്ക ബാക്കി വന്നു. 5 പേർക്ക് വായിച്ചപ്പോഴും ഒരു നെല്ലിക്ക ബാക്കി വന്നു. 6 പേർക്ക് വായിച്ചപ്പോഴും ഒരു നെല്ലിക്ക ബാക്കിയുണ്ടെങ്കിൽ
എന്റെ ചോദ്യം എല്ലാവരും ഉത്തരം ഒന്നിച്ച് പറഞ്ഞോളൂ. എന്റെ കയ്യിൽ ചുരുങ്ങിയത് എത്ര നെല്ലിക്കുണ്ടായിരുന്നു? ഏഞ്ചലെ, വല്ലോ മനസ്സിലായ ആ മക്കള് പറഞ്ഞത്? കുറച്ചൊക്കെ. എന്താണ്, എന്തൊക്കെയോ അവര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും ഞാൻ അതിന് ഉത്തരം അവരെ കണ്ടുപിടിക്കാൻ സഹായിക്കുകയാണ്. ഏഞ്ചൽ, ഞാൻ ആദ്യം 2 പേർക്കല്ലേ വായിക്കാൻ തീരുമാനിച്ചത്? യെസ് ഓർ നോ? 2 പേർക്കാണ്. അപ്പൊ 2 ഇവിടെ എഴുതി. പിന്നെ എത്ര പേർക്ക് അവിടുത്തെ തിരിച്ചത്? 3 പേർക്ക് അല്ലേ? പിന്നെ 4 പേർക്ക് അല്ലേ ഏഞ്ചൽ? പിന്നെ 5 പേർക്ക്, പിന്നെ 6 പേർക്ക്. ഇത് നിങ്ങൾ അവിടെ വെറുതെ ഇരിക്കുന്ന സമയത്ത് മക്കള് വെറുതെ ഈ 2ന്റെ മൾട്ടിപ്പിൾ എന്ന് എഴുതി വെക്കിയാൽ മതി. ഏഞ്ചൽ 2ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞേ ഒരു 2 2, പിന്നെ 8. ഇങ്ങനെ പോയി 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 അവസാനം ഇങ്ങനെ പോയി കുറെ മുന്നോട്ട് പോട്ടെ. നേരത്തെ ചെയ്തതുപോലെ 3നെയും അങ്ങനെ തന്നെ 1 3 3 2 3 6 ഇങ്ങനെ പോകും മുന്നോട്ട്. 1 4 4 2 4 8 ഇങ്ങനെ മുന്നോട്ട് പോകും. 1 5 5 2 5 10 അതും ഇങ്ങനെ മുന്നോട്ട് പോകും. 1 6 6 2 6 12 അത് ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പൊ 10 × 6 എത്രയാണ് ഏഞ്ചലെ? 60. 60. 10 × 6 60ആണ്. അപ്പോൾ 5നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 60 കിട്ടുക ഏഞ്ചൽ? അമ്മയോട് ചോദിക്കും, പെട്ടെന്ന് അമ്മയോട് ചോദിക്കും. 5നെ എത്ര സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ? നമുക്ക് മറ്റു കുട്ടികളോട് ചോദിച്ചു നോക്കാം. 5നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 60 കിട്ടുക? കുട്ടികളെ ഞാൻ ചോദിക്കുമ്പോൾ ഏഞ്ചൽ ഇങ്ങനെ തപ്പിക്കളിക്കുന്ന സമയത്ത് കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കുട്ടികൾ കറക്റ്റ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. 12 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 60 കിട്ടും ഏഞ്ചൽ. ഏഞ്ചലെ 4നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 60 കിട്ടുക? കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. 12. 5നെ 12 കൊണ്ട് ഗുണിക്കും. 4നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 60? 60ന് 4 ഓതി വെച്ചാൽ, 60ന് 4 വീതം വെച്ചാൽ അവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ നോക്കിയാൽ സ്ക്രീനിൽ നോക്കി ടൈപ്പ് ചെയ്യിക്ക. 15. അത് നോക്കി പറഞ്ഞ പോരെ, എന്തിനിങ്ങനെ ബുദ്ധിമുട്ടുന്നത്? 15 കൊണ്ട് ഗുണിച്ചാൽ 60 കിട്ടും. മോളെ 3ന് എത്ര കൊണ്ട് ഗുണിച്ചാൽ 60 കിട്ടുക? കുട്ടികൾ ടൈപ്പ് ചെയ്യും. ഇപ്പൊ ടൈപ്പ് ചെയ്താ വരുന്ന ടൈപ്പ് വരുന്ന 3ന് എത്ര കൊണ്ട് ഗുണിച്ചാൽ പറഞ്ഞു? 20 കൊണ്ട് ഗുണിച്ചാൽ 60 കിട്ടും. അപ്പൊ മോളെ 2ന് എത്ര കൊണ്ട് ഗുണിച്ചാൽ 60 കിട്ടും? 30. എന്തായിട്ട് താമസോ? 30. അങ്ങനെ 60 അവിടെയും കിട്ടും. അപ്പൊ ഇതെല്ലാം 60 കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, 2ന്റെയും 3ന്റെയും 4ന്റെയും 5ന്റെയും 6ന്റെയും എല്ലാം ഒരു മൾട്ടിപ്പിൾ ആയിട്ട് ആര് വരുന്നുണ്ട് ഏഞ്ചൽ? 60 വരുന്നത്. ആ മൾട്ടിപ്പിളിൽ ഏറ്റവും ചെറുത്, കോമൺ മൾട്ടിപ്പിളായി ചെറുത് 60 തന്നെയാണ് എന്ന കാര്യം സത്യമാണ്. പക്ഷേ ഏഞ്ചലെ, എന്റെ ചോദ്യം എന്തായിരുന്നു? ഇവർക്കെല്ലാം ഭാഗിച്ചു കൊടുത്തപ്പോൾ എത്ര ബാക്കി വന്നു ഞാൻ പറഞ്ഞത്? 1 ബാക്കി വന്നു. അപ്പൊ നമുക്ക് മറ്റു കുട്ടികളോട് ചോദിച്ചു നോക്കാം. 60 ആയിരുന്നു എങ്കിൽ ഭാഗിച്ചു കൊടുത്താൽ ഒരൊറ്റയും ബാക്കി വരില്ല.
പക്ഷേ ഒന്ന് ബാക്കി വരണമെങ്കിൽ മക്കൾ എല്ലാവരും ഒന്നിച്ച് ഒരേ സ്വരത്തിൽ പറഞ്ഞോളൂ. എത്രയായിരിക്കും? 292 കുട്ടികൾ ഒന്നിച്ച് 61 എന്ന് പറഞ്ഞാൽ നമ്മള് ഫോൺ എന്താവൂല്ലേ? 61. ഇപ്പൊ ആരോ ഒരു 61 വീണ്ടും വന്നു. ശരി. അപ്പൊ എന്താ ഞാൻ ചെയ്തത്? ഏജലയുടെ എന്താ ചെയ്തത്? ഞാനീ 3-ന്റെയും 4-ന്റെയും 5-ന്റെയും 6-ന്റെയും പൊതുഗുണിതത്തിലേക്ക് കയറാൻ ശ്രമിച്ചു. അപ്പൊ എനിക്ക് ഏറ്റവും ചെറിയ പൊതുഗുണിതമായിട്ട് ആരെ കിട്ടി മോളെ? 60 കിട്ടി. ആ 60 കിട്ടിയപ്പോൾ എനിക്ക് റിമൈൻഡർ അല്ലെങ്കിൽ സിസ്റ്റം ഒന്ന് വരണ്ടേ? വേണല്ലോ. അതെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അതിന്റെ ആൻസറിലേക്ക് എത്തി 61ലേക്ക്. അപ്പൊ നേരത്തെ നിങ്ങള് പരീക്ഷയ്ക്ക് ചെയ്തതിനേക്കാളും ഒരു ഇത്തിരി സ്ട്രോങ് ഉള്ള സാധനമാണ് ഞാൻ ഇപ്പൊ അങ്ങോട്ട് തന്നത്. അപ്പൊ നമ്മളെ USSന്റെ മക്കളൊക്കെ ഇന്നത്തെ USSന്റെ പരീക്ഷയ്ക്ക് രക്ഷപ്പെട്ടു. എങ്ങനെയാണെന്നറിയാം? നല്ല അവരുടെ USSന്റെ മക്കളോട് ചേച്ചിമാരോട് ചോദിച്ചു നോക്കൂ, ചേട്ടന്മാരോട്. അവരുടെ USSന്റെ ഈസി ആയി. എന്താ കാരണം? അവര് ജൂലൈ മുതലുള്ള USSന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട് കൃത്യമായിട്ട് ക്ലാസ്സുകൾ കേട്ടു. അവർക്കുള്ള ക്ലാസ്സിന്റെ സമയം എപ്പോഴാണെന്നറിയോ ഏഞ്ചലിന്? രാവിലെ 5:30 മണിക്ക് ഉണർന്ന് പഠിച്ച കുട്ടികൾക്കല്ല ഇന്നത്തെ കണക്കിന്റെ ക്ലാസ് ഈസി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വൈകുന്നേരം 7:30ക്കുള്ള ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. അറിഞ്ഞുകൂടാത്ത പേരൻസിനോട് ചോദിക്കുക. വീണ്ടും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മക്കൾക്ക് ഏത് സമയത്തും എൻ്റെ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യാം. 8686171729 എന്ന നമ്പറിലേക്ക്. എല്ലാ ക്ലാസ്സുകളും ലേഡർ LSS എന്ന യൂട്യൂബ് ചാനലിൽ മക്കൾക്ക് ലഭ്യമാണ്. അപ്പൊ ഈ വർഷത്തെ ക്ലാസ്സുകൾ പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു ചോദ്യം ഇവർ തന്നാൽ നമ്മൾ വേറെ ചോദ്യം അങ്ങോട്ട് വരും. ശരി. 22ാമതായിട്ട് വന്ന ഒരു ചോദ്യമാണ്. റോമൻ നമ്പേഴ്സ് ചോദിക്കൂല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചോദ്യം വന്നിട്ടുണ്ട്. അറിയില്ല, എന്തായാലും നമുക്ക് പഠിച്ചു വെക്കാലോ. 22ാമത്തെ ചോദ്യം അതല്ല. 46 hundreds. ഓഹോ, 46 നൂറുകൾ. 46 hundreds. നിങ്ങൾ ആ ചോദ്യം ഓർക്കുന്നുണ്ടാവും. 213 213 ടെൻസ്. ഓഹോ, 10കൾ. ആരിപ്പോ ടൈപ്പ് ചെയ്യല്ലേ? ഒന്ന് ചോദ്യം ഞാൻ തീർത്തോട്ടെ, ടൈപ്പ് ചെയ്യല്ല. 46 hundreds 213 tens 5000s 5000. ഇതെല്ലാം പിടിച്ചാൽ എത്രയാണ്? കുട്ടികൾ ടൈപ്പ് ചെയ്യും, ഏഞ്ചൽ ക്ഷമിക്കുക. ഏഞ്ചൽ ക്ഷമിച്ച് എല്ലാവരുടെയും ടൈപ്പിൽ ഏഞ്ചൽ വിചാരിച്ച നമ്പർ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ വിളിച്ചു പറയാം, സർ അതാണ് തെറ്റ്. കുട്ടികൾ ടൈപ്പ് ചെയ്യട്ടെ. 46 hundreds 213 10കൾ 5 ആയിരങ്ങൾ. ഇതെല്ലാം കൂടിയും ചേർന്നാൽ എത്രയാണ്? ഏജിലെ കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ശരിയായ ടൈപ്പിങ്ങിൽ ഉത്തരം വരികയാണെങ്കിൽ ഏഞ്ചൽ നോക്കുക, ഏഞ്ചൽ വിചാരിച്ച ടൈപ്പിംഗ് ആണ് ഉണ്ടോ. ഞാൻ അതിന്റെ അടുത്ത കേസം വെള്ളം കുടിക്കട്ടെ കേട്ടോ. അപ്പോ മക്കളെ ഒരു കാര്യം ചെയ്യണം. ഞാനിപ്പോ നിങ്ങളുടെ മൈക്കൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്. മക്കൾ ആരും ആ മൈക്കിലൂടെ ഒന്നും പറയരുത്. പകരം നിങ്ങളുടെ പേരൻസിന്റെ കയ്യിൽ ഫോൺ കൊടുക്കുക. ഞാൻ ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ വിളിക്കും. ആ ജില്ലയിലെ പേരൻസ് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ, ടീച്ചേഴ്സോ പേരൻസോ ഉണ്ടെങ്കിൽ പ്രതികരിക്കാം.
ഈ ക്ലാസ്സിൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ചോദ്യം. എന്റെ സംശയം ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാം. അപ്പൊ മക്കൾ പേരൻസിന്റെ കയ്യിൽ നിന്ന് ഫോൺ കൊടുത്തേ. പേരൻസ് ആരെങ്കിലും സംസാരിക്കട്ടെ. ഈ പറഞ്ഞത് രണ്ടും ചോദ്യങ്ങൾ അവർക്ക് മനസ്സിലായോ? ചോദ്യം മനസ്സിലായിട്ടില്ല സാർ, ഒന്നുകൂടി പറയോ? ഈ ചോദ്യം മനസ്സിലാക്കും. വയനാട് പേരിയുന്നുണ്ട്. വയനാട് പേരിയിലുണ്ട് സാർ. വയനാട് GLPS പേരാലുണ്ട് സാർ. കുട്ടികളെ മൈക്ക് പൂട്ടിയിട്ടുണ്ട്. GLPS പേരാലുള്ള ആ രക്ഷിതാവ് ഒന്ന് മുന്നോട്ട് വരിക. ആ രക്ഷിതാവിന് മറ്റുള്ളവർക്ക് വേണ്ടി പറയാം. 2 ചോദ്യങ്ങൾ ഞാൻ തന്നു. ആ 2 ചോദ്യങ്ങളും ക്ലിയർ ആണോ? ഇനി ഈ അടുത്ത ചോദ്യം ഒന്നുകൂടി പറയേണ്ടതുണ്ടോ? കുട്ടികൾക്ക് സംഖ്യാബോധം കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. GLPS പേരാൽ ആ രക്ഷിതാവ് മുന്നോട്ട് വന്നോളൂ, പറയും. സാർ ഇപ്പൊ പറഞ്ഞു കൊടുത്ത 2 കണക്ക് നോക്ക് മനസ്സിലായിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഉണ്ട്. ആദ്യമായിട്ടാണ് ക്ലാസ്സിൽ കയറുന്നത്. അതൊരു മിനിറ്റ്. നിങ്ങളുടെ സ്കൂള് മാനന്തവാടി സബ് ജില്ലയാണ്? അല്ല സാറേ, വൈത്തിരി സബ് ജില്ല. വൈത്തിരി സബ് ജില്ലയിലാണ്. GLPS പേരാണ്. ഇപ്പൊ 2 പറഞ്ഞു കൊടുത്ത 2 മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ട് സാർ. ഇപ്പോഴോ? ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതോ? അത് സംശയത്തിലാണ് നിൽക്കുന്നത്. സംശയത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് ആ സംശയം തീർക്കാം. ഇനി മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. കോഴിക്കോട് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ ആരെങ്കിലും കൂടെയുണ്ടോ? നിങ്ങളുടെ കുട്ടികൾ ഈ പരീക്ഷ എഴുതാൻ പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രയാസം വന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ആ പേരൻസിന് ആരെങ്കിലും ഒരാൾക്ക് മുന്നോട്ട് വരാം. ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ കോഴിക്കോട്. സാറ് നമ്പർ നേരത്തെ പറഞ്ഞത് കിട്ടിയില്ല, ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ക്ലാസ് കഴിയുമ്പോ. നമ്പർ ഇവിടെ എഴുതി വെക്കാം. കോഴിക്കോട് ആംഗ്ലോ ഇന്ത്യൻ ഇല്ല, പങ്കെടുത്തിട്ടില്ല. സാറ് ഞാൻ തരുവണയിലാണ്. ഞങ്ങൾക്ക് ചൊവ്വാഴ്ച എത്താം. സാറെ ബോർഡിൽ എഴുതുന്നതൊന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. വയനാട് 5 സ്കൂള്. ശരി. ഇനി കോഴിക്കോട് പ്രോവിഡൻസ് സ്കൂളിലെ കുട്ടികൾ ആരെങ്കിലും, പ്രോവിഡൻസ് ജൂനിയറിലെ കുട്ടികൾ ആരെങ്കിലും ഇതിലുണ്ടോ? ഉണ്ടെങ്കിൽ കുട്ടികളുടെ രക്ഷിതാക്കൾ ആരെങ്കിലും പ്രതികരിക്കാം. അവരിന്ന് പരീക്ഷ എഴുതിയിട്ടുണ്ടോ? സാറെ ബോർഡിൽ എഴുതിയ സാറിന്റെ നമ്പറാണോ? അതെ, ബോർഡിൽ എഴുതിയത് എന്റെ ഫോൺ നമ്പർ ആണ്. ശരി. അപ്പോ നമുക്ക് ഏഞ്ചൽ ഈ ആൻസറിലേക്ക് പോകാം. 4600 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഏഞ്ചൽ? 46ന്റെ കൂടെ എത്ര 0 ചേർക്കണം? 2 0. അപ്പൊ 4600 ആണ്. അത് മനസ്സിലായി. ഇനി 213 10കൾ എന്ന് പറഞ്ഞാൽ 213ന്റെ കൂടെ എത്ര 0 ചേർക്കണം? 1 0. 1 0 ചേർത്തോട്ടെ. ഇനി 5000 എന്ന് പറഞ്ഞാൽ 5ന്റെ കൂടെ എത്ര 0 ചേർക്കണം? 3 0. ഇതെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടിയാൽ മതി. ഇതെല്ലാം കൂടി കൂട്ടുക എത്രയാണുള്ളത്? അതെല്ലാം കൂടി ഒന്ന് മക്കളൊന്ന് കൂട്ടി വെക്കുക. എത്ര കിട്ടും? ഹലോ, ആൻസർ പറഞ്ഞായിരുന്നു. പറയൂ. എല്ലാം കൂടി കൂട്ടി വെക്കുക. എത്ര കിട്ടുന്നത്? 11730. അത് കറക്റ്റ് ആണ്. 11730 കിട്ടിയ എല്ലാ കുട്ടികളും ഒന്നിച്ച് ഒരേ ശബ്ദത്തിൽ യെസ് എന്ന് ഉറക്കെ പറഞ്ഞു.
ശരി. ആ ശരി ശരി ശരി. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ നിന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. റോമൻ നമ്പേഴ്സിൽ നിന്ന് ഈ പ്രാവശ്യം ഒരു ചോദ്യം വന്നു. ചോദ്യം വരില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്, എന്നാൽ ചോദ്യം വന്നു കഴിഞ്ഞു. അതിന് LX എന്ന് അതുപോലെ XL എന്നും എഴുതി കഴിഞ്ഞാൽ ഈ സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം എത്രയാണ്? LX-ഉം XL-ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ? സാറേ കുട്ടികൾ ആൻസർ പറയുന്നുണ്ട്. കുട്ടികൾ ആൻസർ പറയട്ടെ, നമുക്ക് ക്ഷമിക്കാം. എത്രയാ കുട്ടികൾ യഥാർത്ഥ ആൻസർ പറയുന്നത്? ശരിയല്ലാത്തയാ? അല്ല, ശരിയെന്ന് പറഞ്ഞാൽ 20 ശരിയാണ്. 20 ആണ് ശരി. ഈ LX എന്ന് പറഞ്ഞാൽ എത്രയാണ് മോളെ? LX-ഓ 60 എന്ന് പറഞ്ഞാൽ ലിറ്റിൽ കാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക്. ലിറ്റിൽ കാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക്. 50, 100, 500, 1000. അപ്പോൾ ഇവിടെ 50 L. വലത് ഭാഗത്ത് ചെറുതെഴുതി കഴിഞ്ഞാൽ കൂട്ടിക്കൊള്ളുക. 50ഉം 10ഉം 60. അപ്പൊ ആദ്യത്തത് 60ഉം രണ്ടാമത്തതോ 40. 50ന്റെ തൊട്ടിപ്പുറമാണ് ചെറുതെഴുതിയത്. 50ന്റെ തൊട്ടിപ്പുറമാണ് ചെറുതെഴുതിയത്. അപ്പോൾ അത് 40ഉമായി. 50ന്ന് 10 കുറച്ചു. അപ്പൊ ഇത് 60ഉം ഇത് 40ഉമായി. അവയുടെ വ്യത്യാസമാണ് ചോദിച്ചത്. എത്രയാണ് മോളെ? 20. അപ്പൊ മോള് കഴിഞ്ഞ ക്ലാസ്സില്, ഈ വർഷം 4ാം ക്ലാസ്സില്, കഴിഞ്ഞ വർഷം ഏത് ക്ലാസ്സിലാണ് മോള് പഠിച്ചത്? 3ാം ക്ലാസ്സില്. അപ്പൊ 3 ഇങ്ങനെ എഴുതി അല്ലേ? ആ, അതിന്റെ മുമ്പത്തെ വർഷം ഏത് ക്ലാസ്സിലാ പഠിച്ചത്? 2ാം ക്ലാസ്സില്. 2ാം ക്ലാസ്സിൽ. ഓഹോ. അതിന്റെ മുമ്പത്തെ വർഷം 1ാം ക്ലാസ്സില്. അപ്പൊ 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 4ാം ക്ലാസ് ഇങ്ങനെ എഴുതിയാ പോരെ? തെറ്റാ. അതെന്താ അങ്ങനെ എഴുതിയ കുഴപ്പോ? അത് 5ന്റെ പുറകുഭാഗത്ത് ഒരു ഐറ്റണം. 1 കുറയ്ക്കണം. മോൾ 9ാം ക്ലാസ്സിൽ എത്തിയാൽ 10 എഴുതിയിട്ട് 1 കുറയ്ക്കണം. മോൾ 11ാം ക്ലാസ്സിൽ എത്തിയാൽ 10 എഴുതിയിട്ട് 1 കൂട്ടണം. ഇനി 40, എല്ലാ കുട്ടികളോടൊരു ചോദ്യം. 49 എന്ന് റോമനിൽ എങ്ങനെ എഴുതാം? ഒന്ന് എഴുതി കാണിച്ചെല്ലാരും. 49 എന്ന് റോമനിൽ എഴുതി കാണിക്കുക. എല്ലാവരും എഴുതിയത് ഇങ്ങനെ നോട്ട് ബുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് വീഡിയോ ഓൺ ചെയ്തത് കാണിക്കുക. അപ്പം ബഹളം വരൂല. വീഡിയോ ഓൺ ചെയ്തോളൂ. എന്നിട്ട് 49 റോമനിൽ എഴുതിയെന്ന് കാണിക്കില്ല. സ്ക്രീനിൽ തന്നെ കാണിക്കുന്നത്. ആയിക്കോട്ടെ, ടൈപ്പ് ചെയ്താ കുട്ടികൾ ടൈപ്പ് ചെയ്താ. ഒരാളത് സ്ക്രീനിൽ കാണിക്കുന്നു. ധാരപ്പാ ഏഞ്ചൽ നോക്കണേ ശരിയാണോ കുട്ടികൾ ചെയ്തെന്നുള്ളത്. ഏഞ്ചല് അവരെന്താ ചെയ്തെന്നറിയാ? 40 ആദ്യം എഴുതി അല്ലേ? അത് മനസ്സിലായേ? പിന്നെ 9 എഴുതി കൊടുത്തു. ഇതാണ് 49. ശരിയാ? അപ്പൊ മക്കൾക്ക് അറിയാതെ പഠിച്ചിട്ടുണ്ട്. അപ്പോ ശരിയാണ്, എല്ലാവരും എഴുതിയത് ശരിയാണ്. ഇനി വീഡിയോ ഓഫ് ചെയ്തോളൂ. എഴുതിയത് ശരിയാണ്. അപ്പോ മക്കളെ ഒന്നുകൂടി ഞാൻ ചോദിക്കുന്നു, ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? യെസ് ഓർ നോ? ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. അടുത്ത ചോദ്യം
ഓഹോ, രാജുവിന്റെ കയ്യിലുണ്ട് നെല്ലിക്ക. ഗൂസ്ബറീസ്. രാജുവിന്റെ കയ്യിൽ നെല്ലിക്ക ഉണ്ട്. 24ാമത്തെ ക്വസ്റ്റ്യനിൽ രാജുവിന്റെ കയ്യിൽ നെല്ലിക്ക ഉണ്ട്. രാജുവിന്റെ കയ്യില് കൈവശം ഉണ്ടായിരുന്ന 140 ഗൂസ്ബറീസ് നെല്ലിക്ക അവനെന്ത് ചെയ്യുന്നറിയോ? 5 എണ്ണം 8 രൂപ നിരക്കിൽ വിറ്റു. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് ചോദ്യം ഓർമ്മയുണ്ടാവും. ലാസ്റ്റ് ചോദ്യമാണ് ഇന്നത്തെ ലാസ്റ്റ് ചോദ്യം. അതായത് രാജുവിന്റെ 140 ഒക്കെ ആ ചോദ്യം കിട്ടിയിരുന്നു. നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണോ എഴുതിയത്? സാർ ഞാൻ മലയാളത്തിൽ എഴുതി. മലയാളത്തിലാണ് എഴുതിയത്. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ എഴുതിയ കുട്ടീനെ വിളിക്കട്ടെ. ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വരട്ടെ. ഇംഗ്ലീഷ് മീഡിയം കുട്ടികള് ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വരാം. ആര്? മുഹമ്മദ് ഹാദിൻ. 4 സി. സോയ. ആരെ പെട്ടെന്ന് കിട്ടുന്നില്ല. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ക്ലാസ് തുടങ്ങുന്നതിന്റെ ഒരു 15 മിനിറ്റ് മുമ്പ് നേരത്തെ ഞാൻ പറഞ്ഞ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും കോഹോസ്റ്റ് ആകാം, കൂടെ പറയാം. അങ്ങനെയാകുമ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ മുൻകൂട്ടി ഒന്ന് വേണമെങ്കിൽ അയച്ചു തരും. എന്നിട്ട് ചർച്ച ചെയ്തിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഫോണ് കാര്യങ്ങളൊക്കെ നെറ്റൊക്കെ ക്ലിയർ ആണെങ്കിൽ നിങ്ങളുടെ കൂടെ പേരൻസ് ഇരിക്കുമെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോഹോസ്റ്റ് ആകാം. കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് എല്ലാവരെയും ഒന്നിച്ച് തുറന്നു വിടാത്തത്. രാജുവിന്റെ കയ്യിലുണ്ടായിരുന്ന നെല്ലിക്ക 140 എണ്ണം. അത് 5 എണ്ണത്തിന് 8 രൂപ നിരക്കിൽ വിറ്റു. രാജുവിന് എത്ര രൂപ ലഭിക്കും? എത്ര രൂപ കിട്ടും? 5 എണ്ണത്തിന് 8 രൂപ നിരക്കിലാണ് വിറ്റത്. രാജുവിന് എത്ര രൂപ കിട്ടും? ഏഞ്ചലെ, എന്തോ കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ആകെ എത്ര നെല്ലിക്കയാണ് രാജുവിന്റെ കയ്യിലുള്ളത് മോളെ? 140. 140 നെല്ലിക്ക. ഒരെണ്ണത്തിന് 8 റുപ്യക്ക വിറ്റെങ്കിൽ ആ കുട്ടികൾ ഗുണിച്ചത് ശരിയാണ്. പക്ഷെ 5 എണ്ണത്തിനല്ലേ? അപ്പൊ 5 എണ്ണത്തിന് 8 രൂപ നിരക്കിലാണ് വിറ്റത്. അങ്ങനെയല്ലേ ചോദ്യം? അപ്പൊ 140 എത്ര 5 ഉണ്ട് മോളെ? 140 5 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? നമുക്ക് മറ്റുള്ള കുട്ടികളോട് ചോദിച്ചു നോക്കാം. 140 5 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? അപ്പൊ ഇനിയെങ്കിലും ഏഞ്ചൽ പറ. 140 ഏഞ്ചലെ പറയൂ. ഏഞ്ചലെ 140 5 കൊണ്ട് ഹരിച്ചാൽ എന്ത് കളിയാ ഏഞ്ചൽ കളിക്കുന്നത്? 140 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാ? എത്ര? 28. അപ്പോൾ 28 5 എണ്ണത്തിനല്ലേ 8 രൂപ നിരക്കിൽ വിറ്റത്? അതെ. അപ്പൊ 5 എണ്ണത്തിന്റെ കൂട്ടങ്ങളാക്കിയിട്ട് 8 രൂപ നിരക്കിലാണ് രാജു വിറ്റത് എങ്കിൽ 28 കെട്ടുകൾ ഉണ്ടാവും. അതിനാണ് 8 രൂപ നിരക്കിൽ രാജു വിറ്റത് അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ 28നെ 8 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ട് മോളെ. 224. 224 ശരി. ഞാന് കുട്ടികളുടെ കൂടെ ഇരിക്കുന്ന പേരൻസിനോട് ചോദിക്കുന്നു. ആ പേരൻസ് ആണ് കുട്ടികൾക്ക് വേണ്ടി മറുപടി പറയേണ്ടത്.
കൂടെ ഇരിക്കുന്ന പേരൻസിന്റെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി പറയാം. യെസ്, പറയാം. ഓക്കെ സാർ. മനസ്സിലാവുന്നുണ്ട് സാർ. ക്ലിയർ ആണ് സാർ. നിങ്ങൾക്ക് മൈക്ക് മ്യൂട്ട് ചെയ്യൂ. നിങ്ങളല്ല, നിങ്ങൾ പേരൻസ് തന്നെ പേരൻസ് തന്നെ കൊടുക്കുക. നിങ്ങൾ തന്നെ. അപ്പൊ കുട്ടികൾ ദയവ് ചെയ്ത് ഒന്നും പറയില്ല. നിങ്ങൾ കൂടെ പേരൻസ് ഇരിക്കില്ല, നിങ്ങൾ മിണ്ടണ്ട. നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ കൊടുക്കും. പേരൻസ് ആകുമ്പോൾ നോക്കി വേറെ ആരെയും സംസാരിക്കുന്നുണ്ടോ നോക്കിയിട്ടേ പറയൂ. അപ്പൊ നമുക്ക് പറയാനുള്ള കേൾക്കാലോ. യെസ്, മക്കൾ ഇനിയെങ്കിലും മിണ്ടാതിരിക്കൂ, പേരൻസിന്റെ കൈ കൊടുക്കും. ഓക്കെ, പേരൻസിന് പറയാം. മനസ്സിലാവുന്നുണ്ട് സാർ. ഇങ്ങനെ തന്നെ ചെയ്തത്. മനസ്സിലാവുന്നുണ്ട് സാർ. ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കുക. ഞാൻ പേരൻസിന് പറയാനുള്ള അവസരം കൊടുത്തിട്ട് അതിന്റെ ഇടയ്ക്ക് കയറി നിങ്ങൾ പറയുകയാണെങ്കിൽ ആ കുട്ടിയെ ഞാൻ അങ്ങോട്ട് റിമൂവ് ചെയ്യും. പിന്നെ ആ കുട്ടിക്ക് കയറാനാവില്ല. അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു, പേരൻസ് ഇപ്പൊ പറഞ്ഞ പേരന്റ് ഏത് സ്കൂളാണ് നിങ്ങളുടെ കുട്ടി എന്ന് പറയും. പബ്ലിക് സ്കൂൾ പനമരം. മനസ്സിലാകുന്നുണ്ട് സാർ. സ്കൂൾ മേപ്പയ്യൂർ. ഇപ്പൊ പനമരത്തുള്ള ഒരു രക്ഷിതാവ്, കേട്ടത് ഇപ്പോ പനമരത്തുള്ള രക്ഷിതാവ് പറയൂ, നിങ്ങളുടെ കുട്ടികൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന 4 ചോദ്യവും ക്ലിയർ ആയിട്ടുണ്ടോ? 4 ചോദ്യവും ക്ലിയർ ആയിട്ടുണ്ടോ? പനമരം യെസ്. അപ്പൊ ആ പേരൻസിന് പറയട്ടെ, ആ ചോദ്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ, ക്ലിയർ ആവാത്ത കുട്ടികൾ യൂട്യൂബിൽ ഈ ക്ലാസ് വരും. 1 മണിക്കൂർ കഴിഞ്ഞാൽ യൂട്യൂബിലെ ക്ലാസ് കണ്ടാൽ മതി. അപ്പൊ ഈ ഞാൻ പറഞ്ഞില്ലേ മോളെ, ഞാൻ നേരത്തെ പറഞ്ഞു കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല. അതാണ് 4ാം ക്ലാസ്സിലെ കുട്ടികൾ ചെറിയൊരു കുഴപ്പം. എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാണ്ട് പറയും. ശരി, അതുകൊണ്ട് ഞാൻ പറഞ്ഞ പേരൻസിന് അവസരം കൊടുക്കുമ്പോൾ നിങ്ങൾ കയറി പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് ഔട്ടായി പോവുക. അതുകൊണ്ട് തന്നെ കുറ്റം പറ്റ് കാര്യമില്ല. ഈ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ശരി, അടുത്ത ചോദ്യം ഇതാണ്. അടുത്ത ചോദ്യം, ഓഹോ, അറിയില്ലേ ഏഞ്ചൽ മിനിയെ? അറിയാം. ആരാണ് മിനി? ഒരു പെൺകുട്ടി. ഒരു പെൺകുട്ടി. ആ മിനി ബാങ്കിൽ നിന്ന് 5000 രൂപ പിൻവലിച്ചു. എത്ര രൂപ? 5000 രൂപ. 5000 rupees പിൻവലിച്ചു. പിൻവലിച്ചപ്പോൾ ബാങ്കുകാർ കൊടുത്തത് 50 രൂപയുടെ 60 നോട്ടുകളും ബാക്കി ബാലൻസ് 20 രൂപയുടെ നോട്ടുകളുമാണ് കൊടുത്തത്. ആദ്യം 50 രൂപയുടെ 60 നോട്ടുകൾ, ബാക്കി 20 രൂപയുടെ നോട്ടുകളുമാണ് മിനിക്ക് ലഭിച്ചത്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, 20 രൂപയുടെ എത്ര നോട്ടുകൾ, എത്ര എണ്ണം നോട്ടുകൾ, എത്ര നോട്ടുകൾ മിനിക്ക് കിട്ടി? മിനിക്ക് കിട്ടി. ഏഞ്ചൽ പറയേണ്ട, കുട്ടികൾ ടൈപ്പ് ചെയ്യട്ടെ, പേരൻസ് അവരെ സഹായിക്കട്ടെ. ചോദ്യം ഒന്ന് ഏഞ്ചൽ ഒന്ന് ആവർത്തി ചോദിച്ചു കൊടുക്കണം. ചോദ്യം, മിനി ബാങ്കിൽ നിന്ന് 5000 രൂപ പിൻവലിച്ചു. അപ്പോ കിട്ടിയത് 50ന്റെ 60 നോട്ടുകളും ബാക്കി 20 നോട്ടുകളുമാണ്. മിനിക്ക് 20ന്റെ എത്ര നോട്ടുകൾ കിട്ടി? 50ന്റെ 60 നോട്ടുകൾ ഉണ്ടെങ്കിൽ 6 × 5 3000 രൂപ അവിടെ തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ? അതെ. ബാക്കി മിനിക്ക് കിട്ടിയത് 2000 ആണല്ലോ അല്ലേ?
അല്ലെ? 3000 2000 കൂട്ടിയാലല്ലേ 5000 കിട്ടുന്നത് ഏഞ്ചലെ. അതെ. അപ്പൊ 2000 രൂപ 20 രൂപ നോട്ടുകൾ ഉണ്ട് തീർത്തും. 20 രൂപ നോട്ട് കണ്ടിട്ടുണ്ടോ ഏഞ്ചലെ? കണ്ടിട്ടുണ്ട്. ആ, ബാക്കിയല്ലേ 20 രൂപ നോട്ടുകളാണ്. അപ്പൊ 20 രൂപ നോട്ടുകളുടെ എണ്ണം എത്രയായിരിക്കും? മറ്റുള്ള കുട്ടികൾക്ക് പ്രതികരിക്കാം. 20 രൂപ നോട്ടുകളുടെ എണ്ണം എത്ര മക്കളെ? അപ്പൊ എത്രയാ കുട്ടികൾ പറഞ്ഞത് മോളെ? 100. അപ്പൊ അത് ശരിയല്ലേ മക്കൾ പറഞ്ഞത്? യെസ് പറഞ്ഞോ? യെസ് പറഞ്ഞോ? 100. 100 അല്ലേ? യെസ്. ഏജൽ എത്രയാണ് കുട്ടികൾ ടൈപ്പ് ചെയ്തത്? 100. അപ്പൊ 100 20ന്റെ നോട്ട് എന്ന് പറയുമ്പോ 20 × 100 അല്ലേ മോളെ? അതെ. അത് 2000 അല്ലേ? അതെ. ആ 2000 3000 കുട്ടികൾ 5000 ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഓക്കെ, ശരി. ഏതോ ഒരു ശബ്ദം വരുന്നുണ്ട്. അവിടെ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഹലോ, മൈക്ക് മ്യൂട്ട് ചെയ്യൂ. കുട്ടികൾ മൈക്ക് മ്യൂട്ട് ചെയ്യൂ. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ചോദ്യം, ഈ സംഖ്യ എത്രയാണ് വായിക്കുക എന്ന് ഏഞ്ചൽ പറയണം. 9 9 9 9 എത്ര വായിക്കും? 9999. 9999 ആണ് നമ്മളെ 4 ഡിജിറ്റ് നമ്പറില് ഏറ്റവും ലാർജസ്റ്റ് ഡിജിറ്റ് നമ്പർ അല്ലേ? വിച്ച് ഇസ് ദ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എന്ന് ചോദിച്ചാൽ ഏഞ്ചൽ എന്ത് മറുപടി പറയും? 9999. Which is the smallest 4 digit number എന്ന് ചോദിച്ചാൽ ഏഞ്ചൽ എന്ത് മറുപടി പറയും? 1000. അപ്പൊ വീണ്ടും ഏഞ്ചൽ മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടി പറയണം. Which is the largest 4 digit number without repeating the digit എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? മലയാളം പറയാം ആദ്യം. ഇത് ചോദ്യത്തിന് മലയാളം പറയാം. അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? സാർ ഇംഗ്ലീഷ് പറഞ്ഞാൽ മതിയോ? ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി, സന്തോഷായി. അക്കങ്ങൾ 9876. അത് കറക്റ്റ് ആണ്. ഇനി ഏഞ്ചൽ ഒറ്റയടിക്ക് ഉത്തരം പറയണം. Which is the smallest 4 digit number without repeating the digits? 1000. 1023. 1023. 1023 ആണ് കറക്റ്റ്. ചില കുട്ടികൾ 1 2 3 എന്നൊക്കെ പറയും. പക്ഷെ നമ്മളെ ചോദ്യം അതൊന്നല്ല ഏഞ്ചൽ. നമ്മളെ ചോദ്യം ഇതിൽ വന്നിരിക്കുന്നത് 9999 നിന്ന് ഏത് സംഖ്യ മൈനസ് ചെയ്താലാണ് 6354 കിട്ടുക? എന്താണ് ചോദ്യം? ഏഞ്ചൽ ഒന്ന് വായിച്ചു കൊടുക്കുമോളെ. 9999 നിന്ന് ഏത് സംഖ്യ കുറച്ചാലാണ് 6354 കിട്ടുക? അതിന് മലയാളം ഒന്ന് വായിച്ചു കൊടുക്കുമോളെ. ഇംഗ്ലീഷ് 9999. അത് ഏത് സംഖ്യ സബ്സ്ട്രാക്ട് ചെയ്താലാണ് 6354
54 ലഭിക്കുക. മക്കൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടോ നോക്കിയേ? മക്കൾ ആരെങ്കിലും ടൈപ്പ് ചെയ്തിരിക്കോ നോക്കിയ മോള്? ടൈപ്പ് ചെയ്യുന്നുണ്ട്. എത്രയാ? ഉത്തരം പറയൂ, സമയമില്ല, വേഗം നോക്ക്. ഒരു മിനിറ്റ്. മൂവായിരത്തി 3645 കറക്റ്റാണ്. ഇതെങ്ങനെയാ ഇതിലെ കണ്ടുപിടിച്ചത്? ഇതെങ്ങനെ കണ്ടുപിടിച്ചത് അതൊന്നും അറിയണല്ലോ. പറഞ്ഞിട്ടെ ആ, അത് 9999 നിന്ന് 6354 മൈനസ് ചെയ്തപ്പോ 3645 കിട്ടി. 45 കിട്ടി. അങ്ങനെയും ചെയ്യാം അല്ലേ? ശരിയാണ്. അപ്പോ ഞാൻ മറ്റുള്ള മക്കളോട് ചോദിച്ചോക്കട്ടെ. മക്കളെ, ഇത് മക്കൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ഉറക്കെ പറയൂ. എല്ലാവരും ഈ കൂട്ടത്തില് നന്നായിട്ട് 4 വരി പാട്ട്, 4 വരി മതി, കൂടുതൽ വേണ്ട, 4 വരി പാട്ട് പാടുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ, അവരുടെ വീഡിയോ ഓൺ ചെയ്തിട്ട് പാടാൻ തയ്യാറാണെങ്കിൽ ആ കുട്ടിക്കൊന്ന് മുന്നോട്ട് വരാം. നന്നായിട്ട് പാടാൻ തയ്യാറുള്ള 4 വരി മതി, ഒരു 4 വരി. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മൈക്ക് ഓൺ ചെയ്യാണ്. ആ കുട്ടി മുന്നോട്ട് വന്നോളൂ, പാടാനുള്ള അവസരമാണ്. പറഞ്ഞ കുട്ടി പറയൂ, പാടിയോളൂ. പാടുമ്പോൾ വീഡിയോ ഓൺ ചെയ്ത് പാടണം, അല്ലാത്തൊരു പാടണ്ട. അങ്ങനെയുള്ള കുട്ടികൾ ആരുണ്ടെങ്കിൽ മുന്നോട്ട് വന്നോളൂ, പാടും. വീഡിയോ ഓൺ ചെയ്തോ? ആ വീഡിയോ വരൂ, മുന്നോട്ട് വരൂ. ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെത്തില ചെല്ലുമായി താനെ വാലിഞ്ഞു കേറി ദൂരത്തിൽ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളൊരാൾ ചേലപ്പം വെത്തില ചെല്ലത്തിലും ഭൂമിയെ പണി മൂടും അത്രയും വെത്തിലിട്ടു നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. എല്ലാവരും പാട്ട് പഠിച്ചു വെച്ചോളൂ. അടുത്ത ക്ലാസ്സിലേക്ക് പാടാൻ തയ്യാറായിട്ട് മുന്നോട്ട് പാടിയാൽ മതി. മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകേണ്ട സമയമായി. ശരി, അടുത്ത ചോദ്യം ഇതാണ്. കലണ്ടറായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. മക്കൾക്ക് ആ ചോദ്യം ഓർമ്മയുണ്ടാവും. ഞാൻ ആ ചോദ്യം പറയാൻ പോവുകയാണ്. ഒരു മാസത്തിലെ അവസാന ബുധനാഴ്ച 31-ാം തീയതിയാണ് എങ്കിൽ ആദ്യത്തെ ചൊവ്വാഴ്ച ഏത് ആദ്യ ചൊവ്വ, ആ ഡേറ്റ് ഏതാണ്, തീയതി ഏതാണ്? ഏജിലെ ചോദ്യം ഒന്ന് വ്യക്തമായി കൊടുക്കൂ. ഒരു മാസത്തിന് അവസാന ബുധനാഴ്ച 31-ാം തീയതിയാണ്.
എന്നാൽ ആദ്യത്തെ ചൊവ്വാഴ്ച എത്രാം തീയതി? ആദ്യത്തെ ചൊവ്വാഴ്ച എത്രാം തീയതിയാണ്? ഒന്ന് കുട്ടികളൊക്കെ എന്താ ടൈപ്പ് ചെയ്ത് നോക്കിയമോള്? 7, 2, ഓഹോ 4, 6 ഇങ്ങനെ പലതും കൊടുത്തിട്ടുണ്ട് അല്ലേ? ശരി. ശരി, ആദ്യ ചൊവ്വാഴ്ച ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ മക്കൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാൻ സഹായിക്കാം. എന്തായാലും 31 ദിവസങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായി. 31 ദിവസം ഉണ്ടെന്നുള്ള മനസ്സിലായി. 31-ാം തീയതി എന്നുള്ള അവിടെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1-ാം തീയതിയും 29-ാം തീയതിയും തമ്മിലൊരു ബന്ധമുണ്ട്. ഒരു കലണ്ടറില് 1-ാം തീയതി ഏത് ദിവസമാണോ അത് തന്നെയായിരിക്കും 29-ാം തീയതി വരിക. 2-ാം തീയതി ഏത് ദിവസമാണോ അത് തന്നെയായിരിക്കും 30-ാം തീയതി വരിക. 3-ാം തീയതി ഏത് ദിവസമാണോ അത് തന്നെയായിരിക്കും 31-ാം തീയതിയും വരിക. അപ്പൊ മക്കള് 31-ാം തീയതി വെനസ്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3-ാം തീയതി വെനസ്ഡേ ആണ്. 3-ാം തീയതി വെനസ്ഡേ ആണെങ്കിൽ ട്യൂസ്ഡേ 2-ാം തീയതി ചൊവ്വാഴ്ചയാണ്, ട്യൂസ്ഡേ ആണ്. അപ്പൊ നമുക്ക് ആദ്യ ചൊവ്വാഴ്ച തന്നെ വന്നു 2-ാം തീയതി. ആ 2-ാം തീയതി ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച തീയതി ഏതാണ്? 2 എന്നാണ് എഴുതേണ്ടത്. മനസ്സിലായോ ഏഞ്ചൽ? യെസ്. ഇനി ഞാൻ വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ കലണ്ടർ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചോദ്യങ്ങൾ കൊണ്ട് കളിയായിരിക്കും. ഞാൻ ചോദ്യം തരികയാണ്. പേരൻസ് ഒന്ന് അവരെ സഹായിക്കണേ. പേരൻസ് സഹായിച്ചാൽ നല്ലത്. There are 5 Fridays in January. There are 5 Fridays in January, not 5 Saturdays. Which day is January 1st? ഏഞ്ചൽ ആ ചോദ്യം ഒന്ന് വായിച്ചേ. There are 5 Fridays in January, not 5 Saturdays. Which day is January 1st? ഇത് നല്ല രസമുള്ള ചോദ്യമാണ്. There are 5 Fridays in January, not 5 Saturdays. Which day is January 1st? ജനുവരി മാസത്തെ കലണ്ടറിൽ 5 വെള്ളിയാഴ്ചകൾ ഉണ്ട്, പക്ഷേ 5 ശനിയാഴ്ചകൾ ഇല്ല. എങ്കിൽ ജനുവരി 1-ാം തീയതി ഏത് ദിവസമായിരിക്കും? അവിടെ നിങ്ങൾക്ക് ഞാൻ ഓപ്ഷൻ തരും. എത്ര ഓപ്ഷൻ വേണം? 4 പോരാ, 7 ഓപ്ഷൻ തരാം. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. 3 ഓപ്ഷൻ പോരെ? മതി. അപ്പൊ കുട്ടികൾ എന്താ ചെയ്യട്ടെ? ഈ ചോദ്യം കേട്ട കുട്ടികൾ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്കിപ്പോൾ ഫെബ്രുവരിയിലെ കലണ്ടറാണ് കാണുക. ആ കലണ്ടർ മെല്ലെ ജനുവരിയിലേക്ക് പോട്ടെ. ജനുവരിയിലേക്ക് മക്കൾ പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ചോദ്യം അവിടെ കാണാം. ജനുവരി മാസത്തെ കലണ്ടർ നിങ്ങൾ നോക്കിയാൽ മതി. അവിടെ വെള്ളിയാഴ്ചകളുടെ എണ്ണം നിങ്ങൾക്ക് 5 എണ്ണം കാണാം, പക്ഷെ ശനിയാഴ്ച നിങ്ങൾ 4 കാണും. അവിടെയാണ് നോട്ട് 5 സാറ്റർഡേസ് കൊടുത്തത്. ഒരു കലണ്ടറിൽ ചില ദിവസങ്ങൾ 5ഉം മറ്റുള്ള ദിവസങ്ങൾ 4ഉമാണ് നിങ്ങൾ കാണുക. ആ ചില ദിവസങ്ങൾ ഞാൻ പറഞ്ഞത് 1ഉം 2ഉം 31 ദിവസമുള്ള ഒരു കലണ്ടറിൽ ഒരു മാസത്തിൽ 1ഉം 2ഉം 3ഉം ചേർന്ന് വരുന്നവ 5 എണ്ണം ഉണ്ടാവും, ബാക്കിയൊക്കെ 4 ഉണ്ടാവും. നിങ്ങൾ കലണ്ടർ എടുത്ത് വെച്ച് നോക്കൂ. നിങ്ങൾ ജനുവരി മാസത്തെ കലണ്ടർ എടുത്ത് നോക്കിയാൽ ഈ ചോദ്യം അവിടെ കാണാം. There are 5 Fridays in January. കാണുന്നുണ്ടോ ഏഞ്ചൽ?
ആ ജനുവരി മാസത്തെ കലണ്ടർ അമ്മയോടൊന്ന് മെല്ലെ മറിച്ചിട്ട് പറയും. അമ്മയുടെ ആ ജനുവരി അവിടെ 5 Fridays in January കാണുന്നുണ്ടോ? ഉണ്ട്. നോട്ട് 5 Saturdays. സാറ്റർഡേസ് എത്രയാണ് അവിടെ കാണുന്നത്? 4. അപ്പൊ which day is January 1st? നോക്കൂ. വെനസ്ഡേ. അപ്പൊ നമ്മൾ ഉത്തരം വെനസ്ഡേ ആണ്. ഒന്നുമില്ല മക്കൾ ചിന്തിക്കേണ്ടത് 5 Fridays നോട്ട് 5 Saturdays തരാൻ 3-ാം തീയതി എന്തായാലും ഫ്രൈഡേ ആണെന്ന് ഉറപ്പിച്ചു. പിന്നെ 3-ാം തീയതി കഴിഞ്ഞാൽ അടുത്ത ഫ്രൈഡേ എപ്പോഴാണ് നമ്മളെ വരിക പറയൂ? 10-ാം തീയതി വരില്ലേ? വരുമോ? 10-ന് വരും. 17-ന് വരില്ലേ? വരുമോ? വരും. പിന്നെ 24-ന് വരില്ലേ? വരുമോ? വരും. പിന്നെ 31-ന് വരുമോ? വരും. സാറ്റർഡേ നോക്കുമ്പോൾ സാറ്റർഡേ 4 വന്നു, 11 വന്നു, 18 വന്നു, 25 വന്നു. പക്ഷേ പിന്നെ അവിടെ 4 എണ്ണത്തിൽ അവസാനിച്ചു. There are 5 Fridays in January, not 5 Saturdays. അപ്പൊ ഈ not 5 Saturdays എന്ന് പറഞ്ഞാൽ എത്ര സാറ്റർഡേ ഉണ്ടാകുക? 4. Not 5 Saturdays. Which day is January 1st? അപ്പൊ 2-ാം തീയതി Thursday, 1-ാം തീയതി ഏഞ്ചിൽ പോയി. 1-ാം തീയതി വെനസ്ഡേ. നീ എന്താ അടക്കം മിണ്ടാണ്ടായി പോകുന്നത്? ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോഴും 216 കുട്ടികൾ ഇതിലുണ്ട്. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും വിജയം നേരുന്നു. ഇന്നത്തെ ചോദ്യം പൊതുവെ വലിയ പ്രശ്നമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. വരും ദിവസങ്ങളിൽ മറ്റു വിഷയങ്ങളുടെ ക്ലാസ്സുകൾ ലഭിക്കും. കഴിഞ്ഞ ദിവസം മലയാളത്തിന്റെ ക്ലാസ് നമ്മൾ കൊടുത്തു. അടുത്ത ദിവസം EVS-ന്റെ ക്ലാസ് നിങ്ങൾക്ക് തരും. അനിൽ സാറായിരിക്കും ക്ലാസ് എടുക്കുക. നിങ്ങളുടെ കമന്റുകൾ അറിയാൻ താല്പര്യമുണ്ട്. കമന്റുകൾ കഴിയുന്നതും കുട്ടികളുടെ രക്ഷിതാക്കളൊന്ന് പ്രതികരിക്കട്ടെ. എങ്കിൽ ക്ലാസ്സുകൾക്ക് കൂടുതൽ ചോദ്യം ഞങ്ങൾ ഉൾപ്പെടുത്താം. അപ്പോ രക്ഷിതാക്കൾ ആദ്യം വയനാട് ജില്ല, കോഴിക്കോട് ജില്ല, മലപ്പുറം, കണ്ണൂർ, ഇങ്ങനെ പല ജില്ലയിലെയും കുട്ടികൾ ഇതിലുണ്ട്. നമുക്ക് ആദ്യം വയനാട്ടിലേക്ക് തന്നെ പോകാം. വയനാട് ജില്ലയിലെ കുട്ടികളുടെ ഏതെങ്കിലും ഒരു പേരന്റ്, ടീച്ചേഴ്സോ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രതികരിക്കാം. ഓക്കെ, സ്റ്റാർട്ട്. ക്ലാസ് നന്നായിരുന്നു സാർ. ഏത് സ്കൂളാ? ക്ലാസ് വളരെ നന്നായിരുന്നു. കണ്ണൂർ ജില്ലയിലെ കുട്ടികള് രക്ഷിതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രതികരിക്കാം. ആരാണ്? കണ്ണൂർ ജില്ല ഉണ്ടോ? ഉണ്ട്. ഇനി കോഴിക്കോട് ജില്ല. സാറേ ഒരു സംശയം ചോദിച്ചോളൂ. സാറേ ഈ ചോദ്യം ഒന്നും കൂടെ പറയുക, ഞാൻ ബാക്ക് അടിച്ചു പോയി. ഏത് ചോദ്യം? ഇപ്പൊ പറഞ്ഞ ചോദ്യം. ഫ്രൈഡേയിലോ ജാനുവരി നോട്ട് 5 Saturdays പോകാനായില്ല. ഇന്നത്തെ ഹോംവർക്ക് തരണം. ചോദ്യം ഇതാണ് മോനെ. യൂട്യൂബിൽ ഇപ്പൊ കാണാം. 1 മണിക്കൂർ കഴിഞ്ഞാൽ യൂട്യൂബിൽ വരിക. അപ്പൊ കണ്ടോളൂ. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം കലണ്ടർ മെസ്സേജിൽ ചോദ്യം തന്നിട്ട് ആ ചോദ്യം നോട്ട് ചെയ്ത് വെച്ചോളൂ. കുറഞ്ഞു പോയ കാര്യം ഞാൻ. ഇൻ എ പർട്ടിക്കുലർ മന്ത് 3 Wednesdays are 3 Wednesdays are even numbers. Which day is 23rd of that month? മലയാളം ഇതാണ്. ഒരു പ്രത്യേക മാസത്തിൽ 3 ബുധനാഴ്ചകൾ ഇരട്ടകളാണ്, ഇരട്ട സംഖ്യകളാണ്. എങ്കിൽ 23-ാം തീയതി, ആ മാസത്തെ 23-ാം തീയതി ഏത് ദിവസം? ഒരു പ്രത്യേക മാസത്തിൽ 3 ബുധനാഴ്ച ഇരട്ട സംഖ്യകൾ വരുന്നു എങ്കിൽ ആ മാസത്തെ, പറഞ്ഞ മാസത്തെ 23-ാം തീയതി ഏത് ദിവസമായിരിക്കും? ഇൻ എ പർട്ടിക്കുലർ മന്ത് 3 Wednesdays are even numbers. Which day is 23rd of that month എന്നാണ് ചോദ്യം. ഇന്നത്തെ ചോദ്യം അതാണ്. എല്ലാ മക്കളും ആ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ തയ്യാറായിട്ട് യൂട്യൂബിൽ 1 മണിക്കൂർ കഴിഞ്ഞ ക്ലാസ്സുകൾ വരും. ലേഡർ LSS എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.
ഓക്കെ, സാറേ നമ്പർ, ഏത് നമ്പറാ വേണ്ടത്? സാറ് നമ്പർ ഞാൻ വാട്സാപ്പ് നമ്പർ ഒന്ന് തരുമോ സാറേ? നമ്പർ കാണിക്കാം. 86 സാറ് യൂട്യൂബിലെ നെയിം ഒന്നും കൂടെ പറയൂ. പേര് ലാഡർ LSS എന്ന യൂട്യൂബ് ചാനൽ. എൻ്റെ നമ്പർ 8686171729. എൻ്റെ പേര് മൻസൂർ. അത് നോക്കി വെച്ചു. സംശയമുള്ള എല്ലാ ചോദ്യങ്ങളും ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. LSS ആയിട്ട് ബന്ധപ്പെട്ട ഏത് സംശയം ഉണ്ടെങ്കിലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.